ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു റിപ്ലൈ ആണ്. ഈ MPPT കണക്ട് ചെയ്ത് സോളാർ പാനലിൽ നിന്ന് ഹൈ ആംപിയർ ചാർജിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ MPPT വഴി ബാറ്ററി കംപ്ലൈൻ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇൻവേർട്ടറിൽ ഇപ്പം 14 വോൾട്ട് ബാറ്ററിയിലുണ്ട്. ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. 36% നമുക്ക് ലോഡ് ഓടുന്നത്. ഇപ്പം നമുക്ക് സോളാർ വോൾട്ട് ഉണ്ട്, 14.5 വോൾട്ട് MPPT കാണിക്കുന്നുണ്ട്. 32.2 ആംപിയറിലാണ് ഇപ്പോൾ ചാർജിങ് നടക്കുന്നത്. അത് ലോഡിലേക്ക് ഷെയർ ചെയ്യുന്നതും കൂടെ കൂടിയാണ്. ഇപ്പം ഞാൻ ഓട്ടോ സോളാർ ഓൺ ആണ്, നോക്കിക്കോണം. ഞാനിപ്പം ഓട്ടോ സോളാറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലോഡ് ഫുള്ള് ഓഫ് ആവുമല്ലോ. വെയിറ്റ് ചെയ്തോണം, നമുക്ക് നോക്കാം. ഇപ്പം കൊണ്ട് 7.8 ആംപിയർ ബീപ്പ് സൗണ്ട് കേട്ടല്ലോ, ഇൻവേർട്ടറിലേക്ക് കണക്ട് ആയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് കമൻറ്റ് പറയുന്നവരോട് അവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. സത്യസന്ധമായിട്ട് വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കുറേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും കുറേ വീഡിയോ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പം ഒരിക്കലും 40 ആംപിയറോ അല്ലെങ്കിൽ 30 ആംപിയറോ ഒന്നും ബാറ്ററിയിലേക്ക് ചാർജ് കയറുകയില്ല. MPPT ഉണ്ടാക്കുന്നത് വെറുതെ ഇലക്ട്രോണിക്സ് അറിയത്തില്ലാത്തവർ ചുമ്മാ എന്തെങ്കിലും കമ്പോണൻറ്റ് കൂട്ടിച്ചേർത്തുണ്ടാക്കി ഒരു സാധനം വിൽക്കുകയല്ല. പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒത്തിരി ചെയ്തിട്ടാണ് MPPT ഉണ്ടാക്കുന്നത്. ഏതൊരു MPPT എടുത്താലും അതിന് ചാർജിങ് മെത്തേഡുകളുണ്ട്. ആ ചാർജിങ് മെത്തേഡിനനുസരിച്ചേ ഇത് ചാർജ് ആവുള്ളൂ. അല്ലാതെ ഹൈ ആംപിയറിൽ ഇങ്ങനെ ചാർജ് ബാറ്ററിയോട് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല.